उत्तिष्ठ नरशार्दूल कर्तव्यम् दैवमान्धिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते. എന്റെ ഒരു ഗതികേട് നോക്കണേ. ഈ ഇടയ്ക്ക് എല്ലാത്തിനോടും എനിക്ക് പേടിയാ. യക്ഷിക്ക് പേടിയാന്ന് പറഞ്ഞ നാണക്കേടല്ലയോ, അതെങ്ങനെയും ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ച് ഇന്നലെ കട്ടിലോടെ പൊക്കിക്കൊണ്ട് വന്ന ഒരു സൈക്കാട്രിസ്റ്റായി ഈ കിടക്കുന്നത്. ഇത്രയും നേരമായിട്ട് ഇവ കൊണരാറായില്ലയോ. വല്ല വീട്ടിലും വേലി കഴിച്ചുവിടേണ്ട കുട്ടിയല്ലേ നീ? ഇങ്ങനെ കിടക്കുക, എഴുന്നേക്ക. അമ്മേ ചായ. അമ്മേ പേടിക്കണ്ട, ഞാൻ യക്ഷിയാ. പേടിക്കല. ഞാൻ നിങ്ങളെക്കാട്ടിലൊരു പാവാ. എനിക്ക് കുറച്ചു നാളായിട്ട് എന്തോ കണ്ടാലും ഒന്ന് പേടിയാ. അതൊന്ന് ചികിത്സിച്ച് മാറ്റി തരണം കുഞ്ഞ്. ഇതൊന്ന് മുഖത്ത് തളിക്കണേ. ഓഹോ, അപ്പൊ മരുന്നുമായിട്ടാണോ വന്നത്? ഇത് എത്ര പ്രാവശ്യം തളിക്കണം? അയ്യോ, ഇവിടെ തളിക്കാനായിരുന്നോ ഡോക്ടർ? അയ്യോ എന്നെ എന്തിനു നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിന്നെ ഞാൻ രക്ഷയില്ല, ഞാൻ അങ്ങോട്ട് വന്ന് എങ്ങനെ ചികിത്സിക്കാനാ? ഇന്നലെ പിന്നെ ഡോക്ടറുടെ വീട്ടിൽ വന്ന് കട്ടിലെടുത്തപ്പോ ഒന്ന് കട്ടില് മാറിപ്പോയി. അവിടുത്തെ അപ്പൂപ്പന്റെ കട്ടിലും കൊണ്ടാ ഇന്നലെ ഇവിടെ വന്നത് ഞാൻ. അപ്പൂപ്പനെയാണോ കൊണ്ടുവന്നത്? അപ്പൂപ്പൻ വലിയ ഡോക്ടറാ. അപ്പൊ നിങ്ങളെ രോഗത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കാണുമല്ലേ? എന്റെ മാനത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നതിന് മുമ്പ് ആ 92 വയസ്സുള്ള ഉണങ്ങിയ കാമദേവനെ ഞാൻ ചുരുട്ടിക്കൂട്ടി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്റെ അപ്പൂപ്പനെ നിങ്ങൾ ചുരുട്ടിക്കൂട്ടിയല്ലേ? നിങ്ങൾ ആര് ശരിക്കും? ഞാൻ പഴംപൊരി യക്ഷി. പഴംപൊരിയാ? സാധാരണ വടയക്ഷി എന്നല്ലേ പറയുന്നേ? വടക്ക് ചെന്നതാ, അതങ്ങ് തീർന്നു പോയി. പിന്നെ പഴംപൊരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ നിങ്ങളൊക്കെ ഈ ദുർമരണം സംഭവിച്ചായിരിക്കും യക്ഷികളാവുന്നേ? പിന്നെ PSC പരീക്ഷ എഴുതി ആരും യക്ഷിയാവും. ഇങ്ങോട്ട് നോക്കൂ. ആഹാ, ഹിപ്നോട്ടിസം ചെയ്യാനാണോ? ഞാൻ ഒറ്റ മോളെ ഉള്ളു, എന്നെ വേഗം വീട്ടിൽ കൊണ്ടുവന്ന് മാറ്റി. എന്നെ ചികിത്സിക്കാതെ ഞാൻ കൊണ്ട് വിടൂല്ല. ശരി, ഞാൻ ചികിത്സിക്കാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുത്. നിങ്ങൾ എങ്ങനെയാണ് മരിച്ചത്? എന്റെ ഞങ്ങളൊരു വെറും പാവം പിടിച്ച വീട്ടിലായിരുന്നേ. എന്റെ അച്ഛൻ അന്ന് കൂപ്പിലെ പണിക്ക് പോവായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം മരത്തേന്ന് താഴെ വീണു. കൃത്രിമ ശ്വാസം കൊടുത്തതുമല്ല, അച്ഛനങ്ങ് തട്ടിപ്പോയി. കൃത്രിമ ശ്വാസം കൊടുക്കുമ്പോ എല്ലാരും ജീവിക്കല്ലേ ചെയ്യേണ്ടത്? അതിന് കൃത്രിമ ശ്വാസം കൊടുത്ത കൂപ്പിലെ ആനയായിരുന്നു. കൊരങ്ങവേലൂടെ പൊട്ടിത്തെറിക്കുന്ന പോലെ അച്ഛൻ പൊട്ടിത്തെറിച്ച് തീർന്നത്. അതേ പിന്നെ ഞാൻ പഠിത്തമൊക്കെ അങ്ങ് നിർത്തി. പൈസ ഇല്ലാത്തോണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ടല്ലെന്ന്. അച്ഛന്റെ സഞ്ചയനത്തിന്റെ അന്ന് എന്റെ പുസ്തകം വലിച്ചു കയറിയ ആ പന്നത്തുള്ള വടപൊതി നാട്ടുകാർക്ക് മൊത്തം കൊടുത്തു. പറയാവിടെ ആരാത്? ആ വട പൊതിഞ്ഞ കൂട്ടത്തിലേ അതിനകത്ത് ഒരു സ്റ്റാപ്ലർ പിൻ ഉണ്ടായിരുന്നു. അത് തൊണ്ടയ്ക്ക് കുത്തിക്കഴിച്ചാത്ത അഭിലാഷിന്റെ പ്രേതം ആ മൂങ്ങയായിട്ട് മൂന്നുന്നത്. അവന്റെ കാര്യം ഒന്ന് പറയണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ കേട്ടു. മതി. ഇപ്പോഴും പഴംപൊരി മരിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മാറ്ററിലോട്ട് വരുമല്ലയോ? കമോൺ. അച്ഛന്റെ ചെത കത്തുന്നതിന്റെ അടുത്തായിട്ട് വല്ലോരും ഒരു മാവുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ഇങ്ങനെ ചില്ല ഇങ്ങനെ വളച്ചു വെച്ചിട്ട് ഞാനും കൂട്ടുകാരികളോട് ഇങ്ങനെ നാടി രസിക്കുമായിരുന്നേ. അപ്പൊ ഉണ്ടൊരു എരമങ്കട്ട അങ്ങനെ ഒരു അമ്മാവൻ താഴെ എന്നൊരൊറ്റ ചോദ്യം അവളുമാരിലോട് എടുത്തൊരു ഒറ്റ ചാട്ടം. എന്നിട്ട് തുഞ്ചത്ത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ആ മാവ് എന്നെയും കൊണ്ട് തണ്ടി ഇങ്ങനെ ഒരു നൂരക്കമായിരുന്നു. ബാഹുബലി സിനിമയ്ക്കകത്തില് പീരങ്കിക്കകത്ത് ഉന്താ പോകുന്ന പോലെ ഞാനൊരു ഒറ്റ പോക്കായിരുന്നു അങ്ങോട്ട്. ഇങ്ങനെ എങ്ങോട്ടാണെന്നോ എങ്ങനാണെന്നോ ഇപ്പോഴും എനിക്കറിയത്തില്ല. പക്ഷെ ബോധം വരുമ്പം പല്ലും വെച്ച് വെള്ളസാരി കൊടുത്ത് ദാണ്ട് ഈ പനയുടെ മണ്ടയ്ക്ക് തന്നെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെയായിരിക്കും പഴത്തിന് പേടി വന്നത്? പഴത്തിന് പേടി വന്ന അങ്ങനല്ല, യക്ഷിയായതിനു ശേഷം ഞാൻ ശരിക്കൊന്ന് കുന്തളിച്ചായിരുന്നു കേട്ടോ. ഇവിടെ കിടന്ന് രക്തമൊക്കെ കുടിച്ച് അമേരിക്ക പോയി ഡ്രാക്കുള ചേട്ടന്റെ കൂടെ. റിയലി അന്ന് തിരിച്ചു വന്നപ്പോ ഇവിടെ ഓണപരിപാടി നടക്കുവാ യക്ഷികളുടെ. അപ്പൊ അവിടെ വെച്ച് അതിന് വടയക്ഷി ഉണ്ടല്ലോ, എന്നെ ഊഞ്ഞാലയിലിരുത്തി ഭയങ്കരമായിട്ടൊരു ആട്ടം നാട്ടി. അങ്ങ് മേളിൽ ചെന്നപ്പം ആ പഴയ പീരങ്കി ഞാൻ കണ്ടു, ഉണ്ട കണ്ടു, ചില്ലേ കണ്ടു. അതീ പിന്നെ ഡോക്ടറെ ഇവിടെ വന്നു. അതീ പിന്നെ എനിക്ക് ഭയങ്കര പേടിയാ ഡോക്ടറെ. മെഡിക്കൽ സയൻസിൽ ഇതിനെ ബ്ലാക്സിസ് ഗിൽബാർഡ് എന്ന് പറയും. ഡോക്ടർ എന്താ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. അതിന് കാരണമുണ്ട്, എനിക്ക് അതിന് മാത്രം വിദ്യാഭ്യാസമേ ഉള്ളൂ. മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് മരം ചാടുന്ന കുരങ്ങനെ പോലെയാണ്. അപ്പൊ വാല് കാണുമായിരിക്കും അല്ലേ? തള്ളെ ഒരിക്കൽ ചത്തതായി പോലെ, അല്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ച് കൊന്നാണ്. ആ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം. എനിക്കതാ പറ്റാത്ത, കൺട്രോൾ ഇല്ല. ഒന്നങ്ങോട്ട് തിരിഞ്ഞേ, ഒന്നിങ്ങോട്ട് തിരിഞ്ഞേ, ഒന്ന് കറങ്ങിക്കേ. ഓക്കെ, 1 minute. ഗതികേടെ നല്ല ടേസ്റ്റ്. ഇപ്പൊ തന്ന തൈലം രാവിലെയും രാത്രിയും ദേഹത്ത് തേച്ച് പിടിപ്പിച്ച് ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ച്
തുടച്ചു കളയണം. ഇതെന്തുവായിരുന്നു? തൈലം. എന്തോത്തിന് തേച്ച് പിടിപ്പിക്കാനോ? ഞാൻ കുടിച്ച് പിടിക്കാനല്ലേ പറഞ്ഞത്? ആയിരുന്നാ കേട്ടില്ല. എന്തോ ചെയ്യും ഇനി? ഞാൻ മറുമരുന്ന് തരാം. തരണം. പിടി. വെള്ളം വേണ്ടേ ഗുളിക കഴിക്കാൻ? അയ്യേ, യക്ഷികള് വെള്ളം കുടിക്കത്തില്ല. ചോരയല്ലയോ കുടിക്കുന്നേ? അല്ല, ഇനിയിപ്പൊ ഈ കാട്ടില് ചോരക്ക് എവിടെ പോവാൻ? എന്റെ മുമ്പിൽ നിൽക്കുവല്ലേ